അതെന്തിനാ അടിച്ചത്? അല്ലയാ, ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് വായിക്കകത്ത് സ്പ്രേ അടിക്കും. അതടിക്കുന്നതല്ലയാ, ഇല്ലേ നാട്ടുകാർ നിന്നെ അടിക്കും. ഇത് എന്തോന്ന് വാടകളിയാ, പിന്നെ എങ്ങനെയാളിയാ ഫ്ലൈറ്റ് കയറ്റണത്? നീ എത്ര മണിക്ക് ഫ്ലൈറ്റ്? എത്ര മണിക്ക്? രാത്രി 8 മണിക്ക്. എങ്കിൽ പിന്നെ എന്ത് തള്ളിക്കൊണ്ടോ അങ്ങ് പോയാ പോരായിരുന്നു? അയ്യോ, ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എന്റെ പുന്നാര പെങ്ങളെ ഒന്ന് കാണണം. കൂട്ടത്തിൽ തോൽവി അറിയലേ. എടാ മോനെ, നീ അങ്ങ് പോയിട്ട് ഉടനെ തന്നെ ഇങ്ങനെ വിസ അയച്ചു കൊടുക്കണേടാ. എന്റെ പെങ്ങളെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അളിയുള്ള വിസ ഞാൻ ഫിക്സ് ചെയ്യില്ലേ. അളിയാ, എനിക്ക് അവിടെ എന്താ അളിയാ ജോലി? സിമ്പിൾ. എന്റെ അളിയനാണ്ട് പറയില്ല, ചെറിയ ജോലി, മതി. നിസ്സാരപ്പെട്ട ജോലി, കോൺക്രീറ്റിന്റെ പണി. അല്ല, കോൺക്രീറ്റ് പണിയാകുമ്പോ ആയാലും അത് മേശിൽ പണിയില്ലേ? അതെ. സിമ്മന്റ് ഇല്ലേ? സിമ്മന്റ് ഇട്ട് എന്റെ കയ്യിൽ ഇടാൻ പറ്റൂല. അതാ. എനിക്ക് അലർജിയാണ്. വേറെ ഏതെങ്കിലും പണി? സിമ്പിൾ പണിയുണ്ട്, പെയിന്റ് അടി മതി. അതാകുമ്പോ തേപ്പാണല്ലോ, അയക്കാൻ മതി. മനസ്സിലായി. പക്ഷേ അളിയ, 50 നില കെട്ടിടത്തിന്റെ മുകളിൽ ഊഞ്ഞാല് പോലെ കെട്ടിക്കിടന്നാണ് ഈ പെയിന്റ് അടിക്കേണ്ടത്. എന്റെ പൊന്നളിയാ, കെട്ടിടത്തിന്റെ മേളിലൊക്കെ എങ്ങനെ അളിയാ? ഞാൻ അത് ഊഞ്ഞാലാട് ഒരു കാര്യം ചെറിയ, ഞാൻ ഊഞ്ഞാലാടി തന്നെ അടിക്കണമെന്ന് അളിയ നിർബന്ധം ഉണ്ടെങ്കിൽ അവിടുത്തെ 2 പനയിൽ ഒരു ഊഞ്ഞാലെടുത്താ ഞാൻ അങ്ങനെ ആടി അടിക്കാൻ പോരെ. അപ്പൊ അളിയൻ ആടുന്നതാണ് ഇഷ്ടം അല്ലേ? അല്ല, വേറെ ഏത് വേക്കൻസി ഉണ്ടോ? നല്ല സിമ്പിൾ ഒരു വേക്കൻസി ഉണ്ട്, ഒരു അറബിയുടെ വേക്കൻസി. ആക്കിയതാ. അളിയനോട് എന്തൊരു ജോലി? ചുമ്മാ അങ്ങോട്ടും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കും, വെറുതെ നടക്കും. ചൂട് കാറ്റ് വരുമ്പോ ഞാൻ വീശും, ഇങ്ങനെ നടക്കും. പിന്നെ ഈത്തപ്പഴം പറിക്കും, പാലിലിടും, കുടിക്കും. ഈത്തപ്പഴം പറിക്കും, പാലിലിടും, ഞാൻ കുടിക്കും. ആര് കുടിക്കും? അറബി കുടിക്കും.